എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് ആഡംബരമായിട്ടുള്ള ഒരു പുൽക്കൂടൊന്നും അല്ല, എന്നാലും സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുൽക്കൂടാണ്. അതുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ മാത്രം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ കാർഡ്ബോർഡ് ഒരു കുറച്ച് അളവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇത് 3 സൈഡും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ബാക്കി ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ബാക്കി വരും. അത് നമുക്കിത് ഇതുപോലെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. കത്തി നല്ല ഷാർപ്പായിരിക്കണം. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് ഇതുപോലെ വെക്കുമ്പോൾ ബാക്കി വരുന്ന ആ ടോപ്പ് പോർഷനും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് സെല്ലോ ടേപ്പ് കൊണ്ട് ഈ കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതുമായിട്ടുള്ള സൈഡുകൾ ഒട്ടിക്കാം. അതിനു മുന്നേ താഴത്തെ ഇതൊന്ന് ഇളകി വരുന്നുണ്ടായിരുന്നേ, അങ്ങനെ അതും കൂടെ ഞാൻ സെല്ലോ ടേപ്പ് ഒരു 3 ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിലുണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ അങ്ങ് പയ്യെ വലിച്ചിളക്കി കളയാണ്. ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നപ്പോൾ കിട്ടിയൊരു ബോക്സ് ആണേ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്നതിന്ന് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോഴത്തേക്കും നല്ലൊരു റൂഫിൻ്റെ ഒരു ഷേപ്പ് കിട്ടുവേ. ഇനി ഇത് 3 കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. സെല്ലോ ടേപ്പ് ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. എൻ്റെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണുണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കാത്തത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സാധാരണക്കാർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുൽക്കൂടാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഹോട്ട് ഗ്ലൂ ഗൺ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയെ. അത് ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ല എന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കേണ്ട, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയെ. പക്ഷെ ഞാനിത് 3 ദിവസം എടുത്താണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളേ. കുറച്ച് തിരക്കായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പുൽക്കൂട് 3 ദിവസം എടുത്ത് ചെയ്തത്. അല്ല എങ്കിൽ ഒറ്റ ഇരിപ്പിന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമേ. ഇനി ഈ ഒരു പുൽക്കൂടിനകത്ത് ഒരു സ്ക്വയർ പോലെ ചെറുതായിട്ടൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും 2 ജനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ നടുക്ക് കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷനിൽ നമുക്ക് മാലാഖയെ തൂക്കാനുള്ളതാണ്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആണ് വൈക്കോല്. പക്ഷെ അതില്ലെങ്കിലും നമുക്ക് ഈ ഒരു പുൽക്കൂട് അടിപൊളിயாக ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ബ്രൗൺ പേപ്പർ ബാഗ് ഇല്ലേ, അതിനെ ഇതുപോലെ ഒന്ന് കുഞ്ഞായിട്ട് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് സൈഡിൽ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ബാക്കി വരുന്നത് ഒരേപോലെ കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ജനലിന് വേണ്ടിയിട്ടുള്ള കമ്പി തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇവിടെ കഴിച്ചിട്ട് ബാക്കി വന്നതാണേ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേലി ഉണ്ടാക്കണമല്ലോ, അങ്ങനെ 2 സെറ്റ് വേലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നാണ് വിശ്വാസം. ഇനി ഈ ഒരു പുൽക്കൂടിനകത്ത് ബെഡ് പോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ കുറച്ച് ടിഷ്യൂ പേപ്പർ പിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ പഞ്ഞി വെച്ച് നല്ല അടിപൊളിയാക്കി കിട്ടുവേ. ഇതുപോലെ നല്ല ബെഡ് പോലെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് വെക്കണം. അതിനാണ് ആ ഒരു സൈഡിൽ നമ്മൾ ജനാലയ്ക്ക് കമ്പി വെക്കാത്തതേ. അങ്ങനെ ലൈറ്റൊക്കെ കയറ്റി വെച്ചിട്ട് ലൈറ്റ് എല്ലാം സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുൽക്കൂട് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് വെക്കുന്നത്. ഈ ഒരു സീരിയൽ ലൈറ്റ് വാങ്ങിച്ചപ്പോൾ 95 റുപ്പീസാണ് ആയത്. ക്രിസ്മസ് ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കണേ. ഇനി കുറച്ച് പഞ്ഞി എടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് കളർ വയർ മറയുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കാവേ. ഒരു സമാധാനത്തിന് വേണ്ടി ട്രീയും കൂടെ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രീ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്. അത് ഒന്ന് മേക്ക് ഓവർ എടുത്തതേ ഉള്ളേ. ഈ ബാക്കി വന്ന ലൈറ്റ് നമുക്ക് ഈ ഒരു ട്രീയിൽ ചുറ്റി വേണം പുറത്ത് വെക്കാൻ. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാവേ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച വേലിയും അതുപോലെ തന്നെ ആനിമൽസും ആ ഒരു ആൾക്കാരെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവേ. പുൽക്കൂടിനകത്ത് വെക്കുന്ന എല്ലാ ഐറ്റംസും എൻ്റെ കസിൻ്റെ ആണ്. അങ്ങനെ എനിക്ക് ഇത് വല്യമ്മയാണ് എനിക്ക് തന്നതേ. അങ്ങനെ നമ്മൾ സമയം എടുത്തായാലും എല്ലാ ആനിമൽസിനെയും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ. ഒരുപാട് റെഫറൻസ് നോക്കിയിട്ടാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ ഇത് എവിടേക്കാണെന്നുള്ളത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഉണ്ണി യേശുവിനെ വെച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അത് ഡിസംബർ 24 രാത്രി മാത്രമേ വെക്കുള്ളേ. അപ്പോൾ ഈ ഒരു പുൽക്കൂടും ക്രിസ്മസ് ട്രീ നമുക്ക് പുറത്ത് സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു ട്രീ ഉണ്ടാക്കാൻ ഞാൻ എടുത്ത കഷ്ടപ്പാട് കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെ വെറും 360 രൂപയ്ക്കാണ് ആ ഒരു ട്രീ സെറ്റായത്. യഥാർത്ഥത്തിൽ നമ്മളൊരു ട്രീ വാങ്ങണമെങ്കിൽ മിനിമം ഒരു 500 രൂപയ്ക്ക് മേളിലെങ്കിലും ആവുകയെ. അതുപോലെ തന്നെ പുൽക്കൂടും ഞാൻ 3 ദിവസം കഷ്ടപ്പെട്ടെങ്കിൽ നല്ല അടിപൊളിയായി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റാണ്. ഞാൻ കൊടുത്തത് എന്താണെന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ താഴെ കൊടുത്തേക്കാവേ. ഇനി കുറച്ച് ബലൂൺസും കൂടെ വീർപ്പിച്ചിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അടിപൊളിയായി. ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.